വന്നിട്ടുണ്ടോ ആള് വന്നിട്ടില്ല. നമുക്ക് നമ്മുടെ ഒന്ന് കൊട്ടേഷൻ ഇങ്ങനെ ഗുണ്ടാപ്പിരിവ് നടത്തി രാഹുൽ എന്ന് പറയുന്ന ഒരാൾ വന്നിട്ടില്ല ഇവിടെ. പൈസ കൊടുത്ത് കണ്ടിട്ടുണ്ട്. ഈ മരണം സുബി എന്ന് പറഞ്ഞ ആള് അവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഇവിടെ നമ്മുടെ അടുത്ത് ആദ്യമായിട്ടാണ് വരുന്നതും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവര് വന്ന് ആദ്യം എന്താണ് ആ ടേബിളിൽ ഇരുന്ന് അവരെന്താണ് സംസാരിച്ചത്? കസേരയിൽ ഇരുന്നിട്ട് അവര് പറയുന്നത് പൈസ എടുത്ത് ഞങ്ങൾക്ക് പൈസ മതി, കൊട്ടേഷൻ ആയിട്ടാ വന്നേന്ന് ആദ്യം പറയുന്നുണ്ട്. കൊട്ടേഷൻ കിട്ടിയിട്ടാ വന്നേന്ന് പറയുന്നുണ്ട്. ഈ മരണം സുബി കൊട്ടേഷൻ കിട്ടിയിട്ടാ വന്നേന്ന് പറഞ്ഞിട്ട് അവര് പൈസ ഞങ്ങളോട് ചോദിച്ചോണ്ടിരിക്കുക. സ്റ്റാഫുകള് ഒന്നല്ലേ 30,000 കൊടുക്കണം, അല്ലെ 50,000 രൂപ തരണം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ സാറ് 3 ലക്ഷം രൂപ തന്നാല് ഞങ്ങൾ ഇവിടുന്ന് പോകത്തുള്ളൂ. പക്ഷെ എന്നാൽ സാറിനെ വിളിക്കുന്ന പറഞ്ഞിട്ട് അവന്മാര് ആരും ആ സമയത്ത് സാറിനെ വിളിക്കുന്നില്ല. സാറിനെ പിന്നെ വിളിക്കാം, ഞങ്ങളെ അതുപോലെ ഉപദ്രവിക്കുന്നതുകൊണ്ടായിരിക്കാം സാറിനെ വിളിക്കേണ്ടെന്ന് പറഞ്ഞത്. ലാസ്റ്റ് 5:30 ആയപ്പോഴാണ് സാറിനെ വിളിച്ചത് തന്നെ. സാർ എടുക്കാതെ വന്നപ്പോ അവര് പിന്നെ 5:45 പോയി. അതായത് ഉടമയുടെ അടുത്ത് 3 ലക്ഷം രൂപ വേണമെന്ന് ഇയാൾ ആവശ്യപ്പെട്ടിരുന്നു നേരത്തെ. ഞങ്ങൾ 50,000 രൂപയും സാറിനെ കൊണ്ട് 3 ലക്ഷം രൂപയും ഞങ്ങളോട് ഞങ്ങൾ പറഞ്ഞിട്ട് സാറിനെ കൊണ്ട് ഇടിയിപ്പിക്കണം, അല്ലെങ്കിൽ ഈ എടുത്തിരിക്കുന്ന വീഡിയോ മുഴുവൻ ലൈവായിട്ട് പോകുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. ഭീഷണിപ്പെടുത്ത മുഴുവൻ എന്നെയായിരുന്നു. അതായത് ഇവര് മുറിക്കകത്ത് കടന്നു വരുന്ന ടേബിളിൽ കസേരയിൽ അവിടെ ഇരിക്കുന്നുണ്ട് ഒരാള്. അതിനുശേഷം ആ മുറിക്കകത്ത് വെച്ച് അപമര്യാദയായിട്ട് പെരുമാറുന്നുണ്ട്. പിന്നെ വേറെ മുറിയിലേക്ക് അയാൾ ബലം പ്രയോഗിച്ച് കൊണ്ടുപോവുകയായിരുന്നു. വേറെ മുറിയിലേക്ക് എന്നെ വലിച്ചുകൊണ്ട് പോവായിരുന്നു. അവിടെ നിന്ന് ഞാൻ കയറി വരുന്ന ആ റൂമിൽ തന്നെ നിൽക്കുമായിരുന്നു. അവിടെ നിന്നോണ്ട് ഞാൻ ആദ്യം ചെന്നപ്പോഴാണ് അവൻ എന്നെ ഭിത്തിയിലോട് ചേർത്ത് നിർത്തിയവൻ ഭയങ്കരമായിട്ട് ഉമ്മയും ചുണ്ടിലും കരിയും ഉമ്മയും തന്നിട്ട് വേറെ അവന്റെ തന്നെ ഒരു ഗുണ്ടേനെയും കൂടെ അടുപ്പിച്ച് നിർത്തി 2 പേരും കൂടെ ചേർന്ന എന്നെ ഉമ്മ വെച്ചതും ഒക്കെ മൊത്തം മുഖം മുഴുവൻ ഉമ്മ വെച്ചു 2 പേരും കൂടെ. അതിനുശേഷമാണ് ദൃശ്യത്തിൽ ഇല്ലാത്ത, അതായത് മറ്റൊരു മുറിയിലേക്ക് ഇവര് കൊണ്ടുപോയത്. അതിനുശേഷമാണ് നമ്മള് എന്നെ മുറിയിലേക്ക് കൊണ്ടുപോയപ്പോ ഞാൻ ഭിത്തിയിൽ തള്ളി ബാക്കിലേക്ക് തള്ളുന്ന രീതിയിൽ ഭിത്തിയിൽ പിടിച്ച് ഞാൻ ഇങ്ങനെ നിന്നു. അപ്പൊ അതിന് ഉപ്പാട് ഇങ്ങനെ ഉപദ്രവിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഞങ്ങളെ ഒരു കുഞ്ഞു പെങ്ങളായിട്ട് നിങ്ങൾക്ക് കണ്ടുകൂടേടാന്ന് ചോദിച്ചപ്പോ എടുക്കെ എന്റെ മുഖം നോക്കി അവൻ നല്ല എന്റെ കണ്ണിൽ കൂടെ എന്തോ ഒരു നീല കളർ പറന്നു പോകുന്ന രീതിയിൽ അടിച്ചു. എന്റെ മരണസുബിൻ അടിച്ചായിരുന്നു. എനിക്ക് ചെവിക്കാത്ത നീർക്കട്ടലൊക്കെ ഉണ്ട്. അപ്പൊ അതിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. കത്തി ഉണ്ടായിരുന്നു. എന്നിട്ട് ഇവൻ എന്റെ വലത്തെ സൈഡിൽ അല്ല ഇടത്തെ സൈഡില് ഷോളറൊക്കെ ഭയങ്കരമായിട്ട് അടിച്ചു. ഇങ്ങോട്ട് വരാനുള്ളത് നിന്നോട് പറഞ്ഞുകൊണ്ട്. എന്നാലും ഞാൻ പെട്ടെന്ന് എന്റെ കൈ ഈ ഭിത്തിയെന്ന് എന്റെ കൈ ഈ കൈയുടെ ഓരത്തിന് വന്നപ്പോ ഞാൻ പിടുത്തമില്ലാതെ നിൽക്കണം. കണ്ടപ്പോ ഇവൻ എന്റെ പുറകിൽ വന്ന് ഈ മുട്ടുകൈ വെച്ച് ഒരൊറ്റ ഇടി തന്നു. എന്നാൽ ഞാൻ ആ ഇടിയുടെ ശക്തിയിൽ ഞാൻ ഈ റൂമിലേക്ക് വീണില്ല, ഇങ്ങനെ വീഴാന്നുള്ള രീതിയിൽ അങ്ങോട്ട് ചെന്നു. എന്നാൽ അവൻ പെട്ടെന്ന് അകത്ത് കയറിയിട്ട് അവൻ ഡോറ് കുറ്റിയിട്ട് അവൻ തന്നെ കുറ്റിയിട്ട് എന്നെ അവിടെ ഒരു സ്പാ ബെഡും ഒരു ഇരുമ്പ് കട്ടിലും കിടക്കുന്നു. അതിന്റെ ഈ കട്ടിലേ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇരിക്കുന്നില്ല, ഞാൻ ഇവിടെ നിന്നോളാന്ന് പറഞ്ഞു. എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ ഒത്തിരി അലറി കരഞ്ഞു. നാട്ടുകാർ മുഴുവൻ കേട്ട് കരഞ്ഞിട്ട് ഒരു മനുഷ്യൻ അവിടെ നിന്ന് സഹായിക്കാനായി ഈ പോക്കറ്റിൽ നിന്ന് കത്തി എടുത്തിട്ട് എന്റെ തൊണ്ടക്കുഴിയിൽ ഇങ്ങനെ വരഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ എന്തായാലും ഞാൻ മരിക്കാൻ പോവാ. മരണം കൺമുന്നിൽ കണ്ടു. അത്രയ്ക്കും ഇങ്ങനെ കഴുത്തിൽ ഇങ്ങനെ വരച്ചപ്പോ നമ്മുടെ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ. കഴുത്തിൽ ഇങ്ങനെ വരച്ചിട്ട് തൊണ്ടക്കുഴിയിൽ ഇനി അറ്റത്ത് വന്ന് കുത്തി പിടിച്ച് നിർത്തി. അപ്പൊ അവൻ ചെയ്യാത്ത ഉപദ്രവങ്ങൾ ഇനി ഒന്നുമില്ല. നല്ല ശരിക്കും തല്ലി, മുഖത്തിട്ട് തല്ലി, മുടിയെ പിടിച്ച് കറക്കി. വളരെ ക്രൂരമായിട്ടാണ് ബലാത്സംഗം ചെയ്തത് എന്നാണ് അതിജീവിത ഇപ്പോൾ റിപ്പോർട്ടറിനോട് പറഞ്ഞിരിക്കുന്നത്. പ്രവീൺ.